ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. അങ്ങനെ നമ്മുടെ അബുദാബിയിലുള്ള അൽ വത്ബ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഷേഖ് സയ്യിദ് ഹെറിറ്റേജിൻ്റെ മുമ്പിലാണ് ഈ നിൽക്കുന്നത്. അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കൺട്രികളുടെ പവിലിയനും ഒരു ഫെസ്റ്റിവൽ മാതിരി നടക്കുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഫെസ്റ്റിവൽ കാണാൻ വേണ്ടി ഇവിടെ വരുന്നത്. സാഗർ ആദ്യമായിട്ടാണ്, ജയേഷ് കുറച്ച് ഇതിന് മുമ്പ് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ. എനിവേ എന്തായാലും നമുക്ക് ഇതിൻ്റെ അകത്ത് പോയതിനു ശേഷം ബാക്കി വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ പറ്റുകയുള്ളൂ. ഒരാൾക്ക് 5 ദിർഹംസാണ് എൻട്രി ഫീ വരുന്നത്. ഇത് തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവംബർ 20-ാം തീയതിയാണ് ഇത് തുടങ്ങിയത്. ഫെബ്രുവരി 20 വരെ ഇതുണ്ട് ഇവിടെ. അപ്പം നല്ല ക്ലൈമറ്റ് ആണ് ഈ ടൈമിൽ. അതുകൊണ്ടാണ് എല്ലാവർക്കും വന്ന് കാണാം. അബുദാബി ഫാമിലിയായി താമസിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും വന്ന് കാണാം. ഇപ്പോൾ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് പോകാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. അബുദാബിയിൽ നിന്ന് ഫ്രീ ബസ് സർവീസ് ആണ് ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഷേഖ് സയ്യിദ് ഫെസ്റ്റിവലിൻ്റെ അകത്തെത്തിയിരിക്കുകയാണ് അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇനി ഓരോ പവലിയനുകളിലോട്ട് പോകണം കാണുന്നതിന് വേണ്ടി. അപ്പോൾ എല്ലാ പവലിയനുകളിൽ ചെന്നിട്ടും അവിടെയുള്ള വിശേഷങ്ങൾ നമുക്ക് അവിടെ വെച്ച് പങ്കുവയ്ക്കാം. ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൾച്ചർ ആൻഡ് ടൂറിസത്തിൻ്റെ ആണ്. യുടെ നാഷണൽ ബേർഡാണ് ഫാൽക്കൺ. ആന്റിക് കളക്ഷൻസ് നിങ്ങൾക്ക് കാണാം ഇവിടെ എത്രയൊക്കെ ഇരിക്കുന്നെന്നുള്ളത്. നോക്കാൻ നല്ല വിശാലമായിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഭംഗി കണ്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട്. പേർഷ്യൻ നിന്ന് വന്ന സാധനങ്ങളാണ് ഇതെല്ലാം. ഇതിന്റെ വർക്കുകളൊക്കെയാണ് ഇതിന്റെ അകത്ത് ഏറ്റവും വലുതായിട്ട് എടുത്തു പറയേണ്ട സംഭവങ്ങൾ. ഭയങ്കര നല്ല വർക്കുകളാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് ഇവിടുന്ന് മേടിക്കാൻ കിട്ടും. കാർപ്പറ്റാണ്. ഈ പേർഷ്യൻ കാർപ്പറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്ത് ഭയങ്കര വിലയുള്ള സംഭവമായിരുന്നു. ഇപ്പോഴും എന്നാലും ഇപ്പം കുറച്ച് വിലക്കുറവിൽ കിട്ടും. പക്ഷെ ഒരു സമയത്ത് ഒരിക്കലും ഇത് കിട്ടത്തില്ലായിരുന്നു വില കുറഞ്ഞ്. നല്ല രസമുള്ള കാർപ്പറ്റുകളാണ്.
കറങ്ങി KSAയിലെത്തി, കിങ്ഡം ഓഫ് സൗദി അറേബ്യ. അതിന്റെ പവലിയനിലാണ് എത്തിയിരിക്കുന്നത്. നമുക്ക് നോക്കാം അതിനകത്ത് പോയിട്ട് എന്തൊക്കെയാണ് അതിന്റെ വിശേഷങ്ങളെന്നുള്ളത്. അങ്ങനെ ഒടുവിൽ കറങ്ങി നമ്മൾ USA എത്തിയിരിക്കുകയാണ്. അമേരിക്കയുടെ പവലിയന്റെ മുമ്പിലാണ് എത്തിയിരിക്കുന്നത്. കാര്യം ഇന്ന് വലിയ തിരക്കില്ല, കാര്യം ഇത് വർക്കിംഗ് ഡേ ആണ് നമ്മൾ വന്നത്, അതുകൊണ്ടാണ് തിരക്ക് കുറവ്. താജ്മഹൽ, അതെ, താജ്മഹലിന്റെ ഓർമ്മകൾ. താജ്മഹലിന്റെ മോഡലാണ് ആ ഫ്രണ്ട് ചെയ്തിരിക്കുന്നത്. മനോഹരമായിട്ടുണ്ട്, നല്ല വർക്ക്. दर्द से क्या गिला, इस दर्द से जिंदगी दुश्मन है, ये दूरियां फिलहाल है। खैरियत पूछो कभी तो कैफियत पूछो। ഒമാൻ്റെ അലുവയാണ് ടേസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ അലുവ ഉണ്ടാക്കുന്നുണ്ട് ലൈവായിട്ട്, അത് നമുക്ക് കാണാം. എന്തായാലും ഞങ്ങളിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. മാസ്ക് മാറ്റാൻ പറഞ്ഞു. സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഒമാൻ അലുവ വെറൈറ്റിയാണ്. അലുവ ഉണ്ടാക്കുവാണ്, നമ്മളിപ്പോൾ കഴിച്ച ആ സെയിം അലുവയാണ് ഉണ്ടാക്കുന്നത്, ഒമാൻ അലുവ. നല്ല ടേസ്റ്റ് ഉണ്ട്.
ഇതിനപ്പുറത്ത് കയറണമെന്നുള്ള ആഗ്രഹം സാഗറിന് ഒരിക്കലും നടന്നിട്ടില്ല. എന്തുകൊണ്ട് അവൻ അതിന് പകരം ഒട്ടകപ്പുറത്ത് കയറി. ഞാൻ ഒട്ടകപ്പുറത്ത് കയറുന്നില്ല, സാഗർ ഒറ്റയ്ക്കാണ് ഒട്ടകത്തിൽ പോകുന്നത്. എന്തായാലും ഒരു റൗണ്ട് അവൻ പോയിട്ട് വരട്ടെ. അങ്ങനെ സാഗറിനെയും കൊണ്ട് ഒട്ടകം പോകുന്ന അതിമനോഹരമായ കാഴ്ചയാണ് കാണുന്നത്. സാഗറിന്റെ ഫേസ് കണ്ടാലും അറിയാം കുറച്ച് പേടിച്ചായിരിക്കുന്നത്. എന്തായാലും എന്നോട് കയറാൻ പറഞ്ഞു, ഞാൻ പേടി കാരണം കയറിയില്ല. ഓക്കെ, എന്തായാലും അവൻ കയറി. ഇതിനപ്പുറത്ത് കയറണമെന്നുള്ള ആഗ്രഹം ഉപേക്ഷിച്ചു ഒട്ടകപ്പുറത്ത് കയറി. പണ്ട് മുതലേ എൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു ഈ ഒട്ടകത്തിനെ ഒന്ന് തൊടണമെന്നുള്ളത്, ഗൾഫിൽ വന്നപ്പോൾ മുതലുള്ള. എന്തായാലും ഇപ്പോൾ അതിനൊരു ഭാഗ്യം ലഭിച്ചു, ഒന്ന് തൊട്ടു. കറങ്ങി ഒടുവിൽ നമ്മൾക്കെല്ലാം വിശക്കാൻ തുടങ്ങി. അങ്ങനെ ഫുഡ് കോർട്ടിന്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. KFC ഉണ്ട്, പിസ്സ ഹട്ട് ഉണ്ട്, മാക്ഡൊണാൾഡ് ഉണ്ട്, അങ്ങനെ ഇഷ്ടംപോലെ ഐറ്റംസ് ഉണ്ട്. എന്താ കഴിക്കേണ്ടതെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ട് കഴിച്ചോളാം. നോക്കട്ടെ. ഓക്കെ, അങ്ങനെ എന്തായാലും നമ്മളിതെല്ലാം കണ്ടു കഴിഞ്ഞു. ഇവിടുന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ്. എന്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വന്ന് കാണാൻ പറ്റിയ മനോഹരമായ കുറേ കാഴ്ചകളുണ്ട്. 5 ദിറംസിന് ഒട്ടും മോശമല്ലാത്ത കാഴ്ചകൾ ഇതിൻ്റെ അകത്ത് കാണാൻ വേണ്ടി പറ്റും. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ദുബൈയിൽ ഇപ്പോൾ പോകാൻ നമുക്ക് കഴിയത്തില്ല, കാര്യം കോവിഡിൻ്റെ കുറേ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് അബുദാബിയിൽ നിന്ന് ദുബൈയിലോട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടി കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എന്തോ അതുകൊണ്ട് അത് നടക്കത്തില്ല. പക്ഷേ അബുദാബിയിലുള്ള ആൾക്കാർക്ക് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. സാഗറിൻ്റെ അഭിപ്രായം എന്താ? തീർച്ചയായും വളരെ മനോഹരമായിട്ടുണ്ട്. വ്യത്യസ്തമായ ഒരു അബുദാബിയെ സംബന്ധിച്ചുള്ളതും വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ച തന്നെയാണ്. എന്നാൽ ദുബൈയെ സംബന്ധിച്ചിടത്തോളം അത്രയും എത്തുന്നില്ല. എന്നാലും വളരെ മനോഹരം. ഫാമിലിയായിട്ട് വരാനായാലും ബാച്ചിലേഴ്സായിട്ട് വരാനായാലും കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനും കുറച്ച് കാഴ്ചകൾ കാണാനും പറ്റിയ സ്ഥലം തന്നെയാണ്. തീർച്ചയായും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. കഴിഞ്ഞ വർഷം ഇതിനെപ്പറ്റി അറിഞ്ഞു വരുമ്പോഴേക്കും ഇത് തീർന്നു പോയി. ഈ പ്രാവശ്യം എന്തായാലും മിസ്സായില്ല. ഈ വർഷം ഇത് 2ാമത്തെ പ്രാവശ്യമാണ് വരുന്നത്. എന്തായാലും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ലൊക്കേഷനാണ്. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ എല്ലാ വീഡിയോയും പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തുടർന്നും നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യുക. സൈനിങ് ഓഫ്, സോഹാൻ.